ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്നവരാണ് സഖാക്കൾ അല്ലെങ്കിൽ ചില പാർട്ടി അംഗങ്ങൾ എന്നാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ആശയപരമായി എന്തിനേയും നേരിടാൻ കെൽപ്പുള്ള ഒരു തലമുറയുടെ അവസാന കണ്ണിയാണ് ഞാൻ. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. പരിപൂർണമായിട്ടും സ്വതന്ത്രനായിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഈ ആലപ്പുഴയിലൊക്കെ ഇദ്ദേഹത്തിനെതിരെ പല പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അതായത് വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ. ഇറാനിൽ നിന്ന് ചില വലിയ മൗലവിമാർ ഫത്വ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത്തരം പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പാർട്ടിക്കാരെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒന്ന്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് അസ്ഥികൂടം മാത്രം പോരാ. അസ്ഥികൂടം മാത്രം പോരാ, അതിൻ്റെ മാംസം വേണം, രക്തം വേണം, ബ്ലഡ് വേണം, ഒത്തിരി കാര്യങ്ങൾ വേണം. അപ്പോഴത് ജീവനുള്ള ജീവസറ്റ ഒരു രൂപമാവുള്ളൂ. അത് മനുഷ്യന് മാത്രമല്ല അത് ബാധകം, സംഘടനകൾക്കും ബാധകം. അത് ആ ഊർജം നഷ്ടപ്പെട്ട, ആ ആന്തരിക ശക്തി ഇല്ലാത്ത ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ സംഘടന പിന്നെ വെറും മെക്കാനിക്കലോ യാന്ത്രികമായ സംഘടനയാവും. ഇവിടെ CPM-ന് പറ്റിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷം, 10-15 വർഷമായിട്ട് ആശയപരമായ തർക്കങ്ങളെക്കാൾ കൂടുതൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി, MLA സ്ഥാനത്തിന് വേണ്ടി ഇത്തരം അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. അച്യുതാനന്ദനെ ഒഴിവാക്കാൻ എനിക്കല്ല, അച്യുതാനന്ദൻ ലാസ്റ്റ് കണ്ണിയാണ്. അത് അല്ലാതെ ഈ ആശയപരമായ തർക്കം അച്യുതാനന്ദൻ പോയതിന് ശേഷം CPM-ൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. എന്ത് തർക്കം ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ MP രാഘവൻ ഉയർത്തിയ തർക്കം പോലും ഈ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടണോ വേണമെന്നാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കുറിച്ചൊരു സീരിയസ് ആയിട്ടുള്ള തർക്കം ഉണ്ടായിട്ടില്ല. അതാണ് ആശയപരമായിട്ട് തർക്കം നടത്താൻ ശേഷിയില്ലാത്തവരുണ്ടാകുമ്പോഴാണ് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പൊളിറ്റിക്കൽ ക്രിമിനലുകളെ വളർത്തിയെടുക്കുകയാണ് പാർട്ടി. അവരാണ് എനിക്കെതിരെ അധിക്ഷേപം ചൊരിയുന്നത്. സുധാ കുരൻ എന്ന് വിളിച്ച് എന്നെ കളിയാക്കുന്നത്. ഇത് നിരന്തരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് തുടർന്നു. പക്ഷേ തടയാനായിട്ട് ആരും തയ്യാറായില്ല. ഇതിലൊക്കെ അദ്ദേഹത്തിന് വലിയ പരിഭവമുണ്ട്. അപ്പോൾ ഈ ആശയപരമായി നേരിടാൻ കെൽപ്പില്ലാത്ത, ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഭൗതിക ശേഷി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം തന്നെ സമ്മതിച്ചു, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം ഇത്തരത്തിൽ ഭൗതിക ശേഷി ഇല്ലാത്ത ആളുകളാണോ പൊളിറ്റിക്കൽ ക്രിമിനലുകളാവുന്നത്? ഭൗതികശേഷി ഇല്ലായിരുന്ന ആളായിരുന്നു, ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാചകം ശ്രദ്ധിക്കണം, ഇല്ലായിരുന്ന ആളായിരുന്നു. ഇപ്പം പക്ഷെ സൈലൻ്റ് ആയി. ഇപ്പോഴത്തെ കാര്യം അത് നമുക്കറിയാമല്ലോ. അല്ല, മോഹൻലാലുമായിട്ട് നടത്തിയ PR വർക്കിന്റെ ഭാഗമായി നടത്തിയ ഇന്റർവ്യൂ, അതിലാണ് പറഞ്ഞത്, ഞാനൊരു അത്രയും വലിയ ഭൗതിക ശേഷിയുള്ള ഒരാളല്ല, ഞാനൊരു സാധാരണക്കാരനാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭൗതികശേഷിയേക്കാൾ കൂടുതൽ, ഭൗതികശേഷി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ആദ്യം നമ്മുടെ സംസാരത്തിനിടെ പറഞ്ഞു, സുധാകരനെ പിണറായി വിജയനെ തമ്മിൽ വ്യത്യസ്തനാക്കുന്ന എന്താ? അങ്ങനെ നമുക്ക് പെട്ടെന്ന് എളുപ്പവഴിയിൽ നോക്കാം. സുധാകരനും പിണറായി വിജയനും CPM-ൻ്റെ സീനിയോറിറ്റിയിൽ ഏറെക്കുറെ ഒപ്പമാണെന്ന് പറയാം, അല്ലേ? പക്ഷേ സുധാകരന് പിണറായിയേക്കാൾ മറ്റ് രംഗത്ത്, അല്ലെ, CPM-ൻ്റെ തനി പ്രവർത്തകർ വെച്ച് ബാക്കിയുള്ളവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സുധാകരൻ പ്രസംഗിക്കാൻ അത് കേൾക്കാൻ ആൾ വരും. പിണറായി പ്രസംഗിക്കാൻ ചെന്ന് കേൾക്കാൻ ആൾ വരണം എന്നില്ല, കൊണ്ടുവരണം. അപ്പോൾ ആ സുധാകരൻ്റെ ആ പ്രത്യേകതയാണ് മറ്റുള്ളവരിൽ നിന്ന് സുധാകരനെ അന്യനാക്കുന്നതും സുധാകരനെ തോൽപ്പിക്കണം നോക്കുന്നതും. അപ്പോൾ മറ്റുള്ളവരെക്കാൾ കരുത്തനാണ് സുധാകരൻ ആ പാർട്ടി. അപ്പോൾ അച്യുതാനന്ദനും പിണറായിയായി അവിടെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ വിഭാഗീയമായ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായിക്ക് അനുകൂലമായി ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കൊണ്ടുവരാൻ പറ്റുന്ന മാനസിക സ്വാധീനം ചെലുത്താൻ പറ്റുക, അല്ലെങ്കിൽ ഭൗതിക സ്വാധീനം ചെലുത്താൻ പറ്റിയ ആളായിരുന്നു ആര്? സുധാകരൻ. പക്ഷേ ആ സുധാകരനോട് ഒഴിവാക്കേണ്ട ആവശ്യം ചിലർക്ക് വന്നു. പാർട്ടി വേറെ താല്പര്യങ്ങളിലേക്ക് പോയി. ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും കേന്ദ്രീകരിച്ചുള്ള കരിമണൽ ഖനനം സുധാകരൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനെതിരുള്ള ആളാണ് സുധാകരൻ. കരിമണൽ ഖനനം അവിടുന്ന് കൊള്ളയടിക്കുന്ന കരിമണൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിഭവം കൊള്ളയടിച്ച് പോകുന്നതിന് എതിരുള്ള ചുരുക്കം ചില CPM നേതാക്കളാണ്. അപ്പോൾ ഇയാളവിടെ ഒഴിവാക്കി നിർത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുടെ കാര്യം നടത്താൻ പറ്റൂ. ആ കാഴ്ചപ്പാട് ആണ് സുധാകരൻ അവിടെ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം മമ്മൂട്ടിക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ സഖാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. മുഖ്യമന്ത്രിക്ക് പിന്നീട് ക്ഷമാപണം നടത്തേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുധാകരനെ ആരാണോ സുധാ കുരൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്, അതേ പൊളിറ്റിക്കൽ
പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന അട്ടിമകളായിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് മമ്മൂട്ടിയെ ആക്രമിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള രക്ഷാ കവചമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള അടിമകളെ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് എന്താ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുൻകാലത്ത് CPM ഒരു ഇലക്ഷൻ വരിക. അപ്പോൾ നമ്മൾ സുധാകരനെ പറ്റി പറയുമ്പോൾ ഒരു സന്യാസിയായി എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പറയേണ്ട. ഇലക്ഷൻ കാലത്ത് CPM അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചുമരെഴുതാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഫ്രീ ആയിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ ആൾക്കാരുണ്ട്. പ്രകടനം നടത്താൻ പട്ടിണി കിടന്നാണെപ്പോലും പ്രകടനം നടത്താൻ മുദ്രാവാക്യം വിളിക്കാൻ ഒരു വന്നിരിക്കും. ഇന്നത് പോയി കോൺഗ്രസ് പാർട്ടിയേക്കാൾ ധാരാളിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. ഏരിയ സെക്രട്ടറിയോട്ട് എല്ലാവരും വണ്ടിയും കാറും സ്വന്തമായിട്ടുണ്ട്. എന്നുവെച്ചാൽ പാർട്ടി മേടിച്ചു കൊടുത്ത കാറുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ലാളിത്യത്തിൻ്റെ സ്റ്റേജിൽ നിന്ന്, എളിമയുടെ സ്റ്റേജിൽ നിന്ന് ആർഭാടത്തിൻ്റെ സ്റ്റേജിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. പിന്നെ രണ്ടാമത് ലോകം മുഴുവൻ നടക്കുന്നത് പോലെ അണികളെ കിട്ടണമെങ്കിൽ പണ്ട് കാലത്ത് പ്രത്യയശാസ്ത്രം മാനിവശം പഠിപ്പിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരങ്ങളിൽ പങ്കെടുക്കണം, തൊഴിലാളി യൂണിയനിൽ അംഗമാക്കണം. ഇതിപ്പോൾ അതൊന്നും വേണ്ട. ഇപ്പോൾ കാശ് കൊടുത്താൽ അറേഞ്ച് ചെയ്യത്തക്കഴിൽ ആര് വിളിച്ചാലും മരത്തെ കൊട്ടേഷൻ സംഘങ്ങൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഗ്രാമത്തിലും ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഗ്രാമത്തിലും 10-15 പേരെ കാശ് കൊടുത്താൽ അടിക്കാനും കൊല്ലാനും വരും. അത് ആ കാശ് കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കുകയും, പക്ഷെ അവരുടെ പ്രൊട്ടക്ഷൻ വേണം, പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ വേണം. അതാര് കൊടുക്കും? കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല, അധികാരത്തിലുള്ള കക്ഷിയെ കൊണ്ടേ പറ്റുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് വളർത്തിയിരിക്കുന്ന ഗുണ്ടകളുണ്ട്. പിള്ളേരെ 10-14 വയസ്സുള്ള പിള്ളേരെ വരെ ക്രിമിനലുകളാക്കും. ക്രിമിനലാക്കി എൻ്റെ കുഴപ്പമെന്താ? ആയുഷ്കാലം ഇവന് കോടതി ഇറങ്ങി നടക്കേണ്ടി വരും. കേസ് 1, 2, 3 കേസാകുമ്പോൾ ഇവന് എല്ലാ കാര്യത്തിനും വക്കീലിനെ കാണാൻ, പൈസ കൊടുക്കാൻ, എല്ലാത്തിനും ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. താങ്കൾ പറഞ്ഞ ആ പാർട്ടിയെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ വെറും കൊലയാളി ഗുണ്ടാ സംഘങ്ങളായി പാർട്ടി പ്രവർത്തകർ മാറുകയും അത്തരം പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ ഉന്നത നേതൃത്വം തയ്യാറാവുകയും ചെയ്യും. അവർ പാർട്ടിയുടെ AKG സെൻറ്റർ എന്ന് പറയുക, നാളെ സുധാകരൻ്റെ വീടിൻ്റെ കല്ലെറിയാൻ പറഞ്ഞാൽ എറിയും, കുഞ്ഞുകൃഷ്ണൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറഞ്ഞാൽ റീത്ത് വയ്ക്കും. അങ്ങനത്തെ കുറേ അണികളെ സൃഷ്ടിച്ച പ്രസ്ഥാനമായിട്ട് CPM മാറി. കമ്മ്യൂണിസ്റ്റ് അല്ല അവിടെ ചർച്ചാ വിഷയമുണ്ട്. അവരുടെ ഗുണ്ടാ പോറ്, സ്വർണം പൊട്ടിക്കൽ എല്ലാം ഉണ്ട്, എല്ലാ പരിപാടിയിലുണ്ട്. അവർ മയക്ക് മരുന്ന് എല്ലാ പരിപാടിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് പോയ പ്രധാനമന്ത്രി ഉണ്ടല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആരാണ് പിണറായി വിജയൻ? ആ പിണറായി വിജയൻ സുധാകരനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ദേവസ്വം മന്ത്രിയായിട്ട് 5 പൈസയുടെ കൈക്കൂലി മേടിക്കാത്ത സുധാകരൻ, രജിസ്ട്രാർ വകുപ്പിലിരുന്നിട്ട് കാശ് മേടിക്കാത്ത സുധാകരൻ, വിദേശ പര്യടനം നടത്തിയിട്ടുണ്ടോയെന്ന് വലിയ സംശയമുണ്ട്. വിദേശ പര്യടനം നടത്താത്ത സുധാകരൻ, ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകാത്ത, കുടുംബാംഗങ്ങളെ പോലും കൊണ്ടുപോകാത്ത സുധാകരൻ. ആരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ? കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ്? അത് സുധാകരനാണ്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോർപ്പറേറ്റ് അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന, സ്വത്ത് മാനേജ് ചെയ്യുന്ന ഒരു കേവലം മാനേജരും മാത്രമായി പിണറായി മാറി. അല്ലെ പിണറായി അല്ലേ അതുപോലുള്ള കമ്മ്യൂണിസ്റ്റ്? അവിടെ സജീവരാനുണ്ട്, അവിടെ പിണറായിക്ക് കൂട്ട്. ഇപ്പം സുധാകരൻ അഭിമാനപൂർവ്വം പറയുന്ന കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, വരവിൽ കവിഞ്ഞുള്ള സമ്പാദ്യം, സ്വത്ത്, ഇതൊന്നും ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. ഒരു പൊതുപ്രവർത്തകന് ഗാന്ധിയുടെ ലാളിത്യം വേണം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും പിണറായി തന്നെ വീണ്ടും 3ാമതും അധികാരത്തിൽ വരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെന്ന് പെടുന്നത് എവിടേക്കാണ്? അല്ല, അതിൻ്റെ അർത്ഥം ഈ രീതിയിലേക്ക് പിണറായി മാറിക്കഴിഞ്ഞാൽ പിണറായിയുടെ എതിർപ്പില്ലെന്നാണ് പറഞ്ഞുള്ളൂ. സുധാകരൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ലീഡർ, കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് സുധാകരൻ വളർത്തിയെടുത്തിരിക്കുക, അല്ലെങ്കിൽ സുധാകരൻ്റെ മനസ്സിലുള്ള, അല്ലെങ്കിൽ സുധാകരൻ എന്താണോ ആകാൻ ശ്രമിക്കുന്നത് ആ കൺസെപ്റ്റിലേക്ക് പിണറായി വന്ന ഞങ്ങൾക്ക് തർക്കമില്ല. ആ വാചകം ശ്രദ്ധിക്കണം. കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ആയിരിക്കണം. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അതിനെക്കുറിച്ചൊരു നിർവചനം തന്നെയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്, അതായത് മത്സ്യം എങ്ങനെയാണോ ജലത്തിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നത്, അതുപോലെ പൊതുജനങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് നടക്കാൻ പറ്റണം. പിണറായി വിജയൻ നടക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റർ, വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന് പറയുന്ന ഈ വരികളുണ്ടല്ലോ, ഇത് സമൂഹത്തിൽ വെറുപ്പിൻ്റെ വിത്തുകൾ ഉണ്ടാക്കുന്ന, വെറുപ്പിൻ്റെ വിത്തുകൾ ഉണ്ടാകുന്ന, അതായത് നീ എൻ്റെ മതം വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നിരിക്കും, നീ എൻ്റെ മതം വിട്ടു പോയാൽ നിന്നെ ഞാൻ തട്ടിയിരിക്കും എന്ന് എന്ന ധ്വനിയാണ് ഒരർത്ഥത്തിൽ, ഒരു മെസ്സേജാണ് ഇത് പങ്കുവെക്കുന്നത് അല്ലേ? ആ സന്ദേശമാണ്, നീ എൻ്റെ പരിധിക്ക് നിൽക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, അല്ല എൻ്റെ മതത്തിനൊപ്പം നിൽക്കണം. എൻ്റെ മതം തന്നെ വിശ്വാസം, ആ വിശ്വാസം മതപരമായ വിശ്വാസം പോലെയാണ്.
ഒരു മതത്തിൽ എങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നോ, ദൈവഭയം എന്നാണ് അതിനൊരു മൊത്തം വാക്ക് കൊടുക്കും. ഇത് പ്രത്യയശാസ്ത്ര ഭയം അല്ല. അതാണ്. അതായത് സുധാകരൻ ദൈവത്തിന്റെ ശത്രുവാ എന്ന് പറയാൻ പറ്റില്ല. രാമായണം ആരാണ് പക്ഷെ ആ ദൈവം എന്നുള്ളതാ ചോദ്യം. പക്ഷേ ഏത് ദൈവത്തിന്റെ ശത്രുവാണ് സുധാകരൻ? സുധാകരൻ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശത്രുവാണ്. ആ ദൈവത്തിന്റെ ശത്രു ആയതുകൊണ്ടാണ് വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന് പറയുന്നത്. ആരാണ് ആ ദൈവം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൈവം പിണറായി വിജയൻ ദൈവം. പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അങ്ങനെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ആർക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്? പിണറായി വിജയനെതിരായിട്ട്, അല്ലെ പിണറായി വിജയൻ്റെ നയങ്ങൾക്കെതിരായിട്ട്. ഇപ്പോൾ സുധാകരനാണ് ദേവസ്വം മന്ത്രിയെങ്കിൽ സ്വർണ്ണക്കൊള്ള നടക്കുമോ? ഒറ്റ കാര്യം ആലോചിച്ചാൽ, സിംഗിൾ പോയിന്റ് ആലോചിച്ചാൽ മതി. സുധാകരൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ഈ സ്വർണ്ണം പൂശലും കൊള്ളയും നടക്കാൻ സാധ്യതയില്ല. അല്ലെ അറിഞ്ഞാൽ അപ്പം നടപടിയെടുക്കും, ഉറപ്പ്. രക്ഷിക്കാൻ നോക്കിയല്ല. ഇവിടെ സംഭവിച്ചോ? ഇപ്പൊ സുധാകരനെ ഇവിടെ മാറ്റി നിർത്തേണ്ട ആവശ്യം ആർക്കുണ്ടായിരുന്നു? പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ വിചാരിച്ചാൽ മാത്രമേ മാറ്റി നിർത്താൻ പറ്റുള്ളൂ. ഇപ്പം BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് ജി വാര്യർ സുധാകരനെ കുറിച്ച് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾ രണ്ട് ധ്രുവങ്ങളിലായിരിക്കുമ്പോഴും ചില മനുഷ്യരെ കാണുമ്പോൾ ആദരവോടെ അല്ലാതെ നോക്കി നിൽക്കാനാകില്ല. അതിലൊരാളാണ് ജി സുധാകരൻ. ആശയപരമായി ഇടക്ക് വേർതിരിക്കുന്ന വലിയ കടലുകൾ തന്നെ ഉണ്ടാകാം. പക്ഷേ കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ അദ്ദേഹം പതിപ്പിച്ച വിരലടയാളങ്ങളെ വിസ്മരിക്കാൻ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്കേ സാധിക്കൂ. അഴിമതി തൊട്ടുതീണ്ടാത്ത ഭരണാധികാരി, ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം എന്നതിന് സമീപകാല കേരളം കണ്ട ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു അദ്ദേഹം. ഫയലുകൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കാനുള്ളതല്ലെന്നും വികസനം അഴിമതിയുടെ കറ പുരളാത്തതാകണമെന്നും അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടെ നടപ്പിലാക്കി. കരിമ്പാറയുടെ കരുത്തുള്ള നിലപാടുകളുമായി പൊതുമരാമത്ത് വകുപ്പിനെ അദ്ദേഹം നയിച്ചപ്പോൾ കേരളത്തിലെ റോഡുകൾക്ക് ഒരു പുതിയ മുഖം കൈവന്നു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം കുറച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പറഞ്ഞത് ചെയ്യും. ഇന്ന് സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിൽ അദ്ദേഹം നേരിടുന്ന നിശബ്ദമായ അവഗണനകൾ കാണുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾക്ക് വേദനയുണ്ട്. ജനാധിപത്യ വിശ്വാസികൾക്ക്. പ്രസ്ഥാനത്തെ തോളിലേറ്റിയവർ, വിയർപ്പൊഴുക്കി മണ്ണൊഴുക്കിയവർ ഒടുവിൽ ചുവരിലെ ചിത്രങ്ങളായി മാറുന്നത് രാഷ്ട്രീയത്തിലെ ഒരു ക്രൂരമായ കാവ്യനീതിയാകും. കരുത്തുറ്റ ശബ്ദങ്ങളെ ഭയക്കുന്ന കാലത്ത് സുധാകരനെ പോലെയുള്ള ഒരു ശുദ്ധനായ രാഷ്ട്രീയക്കാരൻ തിരസ്കരിക്കപ്പെടുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നഷ്ടമാണ്. രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയും, എന്നാൽ പുകഴ്ത്തേണ്ടടുത്ത് പുകഴ്ത്താനും മടിയില്ല. കവിതയും രാഷ്ട്രീയവും ഭരണവും ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ ജിക്ക്, അതാണ് ആ ജിക്ക് സ്നേഹാഭിവാദ്യം. അതായത് കവിതയും രാഷ്ട്രീയവും ഭരണവും ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ ജിക്ക് സ്നേഹാഭിവാദ്യം. അങ്ങ് പണിതുയർത്തിയ പാലങ്ങളെക്കാൾ ഉറപ്പുള്ളതാണ് അഴിമതിക്കെതിരെയുള്ള അങ്ങയുടെ നിലപാടുകളെന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചോദ്യം വരുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തോറ്റുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തോറ്റുകൊണ്ടേയിരിക്കുന്നതിൻ്റെ തെളിവ്, ഏറ്റവും വലിയ തെളിവ്, സുധാകരനെ പോലുള്ളവരെല്ലാം പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പം അകത്ത് മിച്ചം കിടക്കുന്ന ആരായിരിക്കും? സുധാകരനെ പോലുള്ളവരൊക്കെ പുറത്തേക്ക് പോകും. പലരും കുഞ്ഞുകൃഷ്ണൻ ഇതുപോലെ തന്നെ ഇതേ നിലപാടുകാരനാണ് കുഞ്ഞുകൃഷ്ണനായിരുന്നു അല്ലേ? മറ്റു പലരും പറയാൻ വേറെ രീതിയിലുണ്ട്. എന്നാൽ പോലും കുഞ്ഞുകൃഷ്ണനും സുധാകരനൊക്കെ ചില ബിംബങ്ങളാണ്. ആ ബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ, അല്ലെ വേറൊരുത്തനെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കാത്ത ആരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്ന ബിംബങ്ങളാണ്. ജി സുധാകരൻ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം. എതിർ പാർട്ടിക്കാരെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ MM മണിയുടെ ഭാഷയല്ല. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തെറ്റായ വാക്കുകൾ വന്നിട്ടുണ്ട്, ചില പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പോഴും സുധാകരൻ്റെ വായിൽ നിന്ന് വന്നതുകൊണ്ട് അത് കേരളം മാപ്പ് കൊടുത്തു. അല്ലെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറിക്കേണ്ട വാക്കുകൾ വന്നിട്ടുണ്ട് സുധാകരൻ, അത് ഞാൻ പറയുന്നില്ലൂടെ. പൊട്ടിത്തെറിക്കേണ്ട വാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള ജനത അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാതെ അതിൽ അങ്ങേരിൽ ഒരു സംശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ഒരു കുപ്പായം ഉണ്ടായിരുന്നു. അത് പുറം കുപ്പായം മാത്രമായിരുന്നില്ല, ഉള്ളുവരെ ഇറങ്ങി ചെല്ലുന്ന കുപ്പായം, ഉള്ളിനെ വരെ ഉൾക്കൊള്ളുന്ന കുപ്പായം. ആ വിശുദ്ധിയുടെ, ശുദ്ധിയുടെ, സത്യസന്ധമായ സമീപനത്തിൻ്റെ ആ കുപ്പായമാണ് സുധാകരൻ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സുധാകരൻ്റെ മുമ്പിൽ ആലപ്പുഴയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാവും. കാരണം പുന്നപ്ര വയലാർ ഉണ്ടായത് ആലപ്പുഴയാണ്. TV തോമസും MM ഗോവിന്ദനും വളർന്ന ആലപ്പുഴയാണ്. അച്യുതാനന്ദൻ വളർന്ന ആലപ്പുഴയാണ്. CBC വാര്യർ വളർന്ന ആലപ്പുഴയാണ്. ആ ആലപ്പുഴയിൽ സുധാകരനെ ഇല്ലാതാക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. സുധാകരൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും.
അച്യുതാനന്ദൻ ഉണ്ടെങ്കിൽ ഞാൻ പറയില്ല, അച്യുതാനന്ദൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ സുധാകരൻ മാത്രമേ ഉള്ളൂ. പാർട്ടിക്കകത്ത് സുധാകരൻ മാത്രമേ ഉള്ളൂ. ആര് സുധാകരന് ബദലായിട്ട് നിൽക്കാൻ പറ്റുന്ന ആരുണ്ടോ അവിടെ? കേരളത്തിലെ ഒരു തികഞ്ഞ ഫാസിസ്റ്റ് പാർട്ടി ഏതാ? CPM സെക്കൻഡ് തൊട്ട് വേണ്ട, ഉറപ്പായിട്ടും. കാരണം എന്തുകൊണ്ടാണ് അതാവുന്നത്? BJP പോലും സുരേന്ദ്രനെ വിമർശിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരല്ലേ. അല്ല, കാരണം കേരളത്തിന്റെ മഹാനായ നടൻ മമ്മൂട്ടിയെ പോലും ആക്രമിച്ചു. എന്തിനാണ് ആക്രമിച്ചത്? അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ. അതായത് ഞാൻ എല്ലാ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണം നടത്തി. അത് നടത്താൻ പാടില്ല, അത് നടത്തിയത് പാർട്ടിക്ക് വിരുദ്ധമാണ്, പാർട്ടിയെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അതിക്രൂരമായ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ചില ഭൗതിക ശേഷിയില്ലാത്ത പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള പോരാളിമാർ സഖാക്കൾ ആക്രമിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ഒരു പരിപാടി, ഈ ഒരു സ്ട്രക്ചർ രീതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മതം, ഒരു 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 മതം ഉണ്ടല്ലോ, ആ മതം എങ്ങനെയാണ് പെരുമാറുന്നത്, അതേ സ്വഭാവത്തിലാണ് ഇവരും പെരുമാറുന്നത്. അത് തന്നെയാണത്. എൻ്റെ മതത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ തല ഞാൻ വെട്ടും, നിന്റെ കഴുത്ത് ഞാൻ ഇല്ലാതാക്കും, ഇങ്ങനെയുള്ള പരിപാടികളുണ്ടല്ലോ. ഇതേ പരിപാടിയാണ് ഇവരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാസിസ്റ്റിൻ്റെ ആദ്യത്തെ പ്രഥമ ലക്ഷണം എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുത. തനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രതികരണങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ, ഇപ്പം മമ്മൂട്ടി അവിടെ ചെന്ന് കമൻറ്റ്, അവിടെ പണിത പണം എന്ന് പറയുന്നത് നാട്ടുകാരുടെ പണമാണ്, പിണറായി വിജയൻ്റെ പണമല്ല എന്നൊരു ശൂന്യതിനകത്തുണ്ട്. പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ സോഷ്യൽ ക്യാപിറ്റൽ, അത് സോഷ്യൽ ക്യാപിറ്റലാണ്. അത് നാട്ടുകാരുടെ മൊത്തം ഞങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തമുള്ള, എനിക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. ആ രീതിയിൽ പറഞ്ഞതിന് സഹാക്കൾ ഇഷ്ടപ്പെട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയും ഇവിടെ പണിത് തന്നു എന്നാ പറഞ്ഞിരുന്നെങ്കിലോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ്. നോക്കൂ, മുഖ്യമന്ത്രിയെ പോലും ആക്രമിച്ചു. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ആക്രമിച്ചു. എന്തിനാ ആക്രമിച്ചത്? മമ്മൂട്ടിയെ പിന്തുണച്ചു, മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ചു. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ അതിനെപ്പോലും ആക്രമിച്ചു. അല്ല, ഇപ്പോൾ ഒരു പിണറായി വിജയൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിനിമയിലൊക്കെ ചെരുപ്പ് വിൽക്കാനും നാപ്കിൻ വിൽക്കാനും ഒക്കെ പെണ്ണുങ്ങൾ പരസ്യം കാണിക്കില്ലേ പെണ്ണുങ്ങളെ? അതുപോലെ പിണറായിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യണമെങ്കിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മഞ്ജു വാര്യരുടെയും ഒക്കെ ഭാവനയുടെ ഒക്കെ പടം വേണം. അത്രയ്ക്ക് മാത്രം അധപ്പതിച്ച രാഷ്ട്രീയക്കാരനായിട്ട് പിണറായി വിജയൻ നിൽക്കാൻ നമ്മളെ പോയി. അപ്പോഴാണ് ഈ ഇടുത്തി പോലെ സുധാകരൻ്റെ പ്രസ്താവനകൾ, മമ്മൂട്ടിയൊക്കെ പറഞ്ഞാൽ 1000 ഇരട്ടി എഫക്റ്റ് ഇതിനുണ്ട്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇത് വായിക്കും, അനുകൂലിച്ചാലും ഇല്ലെങ്കിലും അവൻ്റെ എല്ലാം മനസ്സിൽ ചെല്ലും. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും എപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ സുധാകരൻ്റെ ഓരോ വാക്കും ഞാൻ കയറും. എന്നാൽ ഞാൻ കാണാൻ പറ്റും. അതങ്ങനെയൊക്കെ പാർട്ടി വളർന്നിരിക്കുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന് നേരെ വരുന്നത്, ഇദ്ദേഹത്തിന് ഇത്രയും മന്ത്രി, 2 തവണ മന്ത്രിയായി, പല സ്ഥാനമാനങ്ങളിലും ഇരുന്നു. എന്നിട്ടും എന്തിന് ഈ ഒരു വഞ്ചന ഇദ്ദേഹം കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിന് സുധാകരൻ നൽകുന്ന മറുപടി എന്ന് പറയുന്നത്, ഇപ്പം ഐസക് ആവട്ടെ, ആരിഫ് ആവട്ടെ, ഇവരൊക്കെ എന്നെക്കാട്ടിലും കൂടുതൽ തവണ മത്സരിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇത് ബാധകമല്ലേ? അല്ല, അത് പിണറായി വിജയന് ബാധകമല്ലേ? അതിന് ഉദാഹരണം വേറെ പറയുന്നുണ്ടെങ്കിൽ ലെനിൻ, സ്റ്റാലിനൊക്കെ മരിച്ചപ്പോഴാണ് ലീഡർഷിപ്പിന് മാറുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൾച്ചർ അതാണ്. ഹർഷേഷൻ സുർജിക്ക് എത്ര ആളുണ്ടായിരുന്നു? അടുത്ത കാലത്തല്ലേ പ്രകാശ് കാരട്ടിന് യെച്ചൂരി അടുത്ത കാലത്തല്ലേ മാറിയേ? അതുവരെ ഇവർ തുടരുകയില്ലായിരുന്നു. കേരളത്തിൽ എത്ര ആൾ ഏത് സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി അല്ലാതെ മാറിയിരിക്കുന്നത്? ചടയമൂന്നൻ എങ്ങനെയാണ് മാറുന്നത്? മരണം കൊണ്ടാണ് മാറുന്നത്. മരണം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിന്, അത് മതത്തിൻ്റെ പ്രത്യേകതയാണ്. പുരോഹിതന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരും ആയത്തുള്ള കമ്പനിയൊക്കെ മരിക്കുന്നവരെ അവിടെ ഇരിക്കുക, സ്ഥാനത്തിരിക്കുക. അതേ കൾച്ചറാണ് ആരും പിന്തുടരുന്നത്. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരുന്നത്. താങ്കൾ പറഞ്ഞ നിരീക്ഷണം ഭയങ്കര ശരിയാണ്. മതപരമായ ഒരുതരം ദുശാഠ്യങ്ങളുടെ കൂമ്പാരമായി മതം എങ്ങനെ മാറുന്നോ, പുരോഹിതവർഗം എങ്ങനെ മാറുന്നോ, അതുപോലെ തന്നെ CPMൻ്റെ ലീഡർഷിപ്പ് കേരളത്തിൽ മാറി. TP മതത്തിൻ്റെ ഇരയാണ്. അത് ബലിയർപ്പിക്കണം. മതത്തെ പല മതങ്ങളിലും പല ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാണ്. ഒന്നിനും കിട്ടിയില്ല, കോഴിയെങ്കിലും കൊല്ലും. ഇവിടെ CPയെ കിട്ടി, അതുകൊണ്ടാണ്. എന്തായാലും സുധാകരൻ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല ശ്വാസം വലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു സ്വന്തം എന്തെല്ലാം പറഞ്ഞാലും സുധാകരൻ്റെ ഇന്നത്തെ നിലപാട് കൊണ്ട് ഇത്തവണ അടുത്ത കാലത്തെങ്ങും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ മറ്റ് ചില ചർച്ചകൾ, ആദർശപരമായ രാഷ്ട്രീയം, സ്ഥാനവുമായിട്ട് ബന്ധം, പാർട്ടിയായിട്ടുള്ള ബന്ധം, ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിടാൻ സതീശൻ്റെ ആദ്യ ഒരു പ്രസ്താവനയാണ്. സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിന് ചില പ്രസ്താവനകളുണ്ടായിരുന്നു. അപ്പോൾ നിലപാടുകളുടെ രാജാക്കന്മാർ
രാജാക്കന്മാർ മാത്രം പോരാ, ചക്രവർത്തിമാർ തന്നെ കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം സുധാകരന് കൊണ്ടുവരാൻ പറ്റുന്ന. എന്തായാലും ഒരു പൊളിറ്റിക്കൽ, ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സുധാകരൻ ഇന്നലെ നടത്തിയതിൽ, ഒരു പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ ഒരു ഭാഗമായിട്ട് ഭൗതിക നിലവാരമില്ലാത്തൊരു ശേഷിയിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു. അങ്ങനെ ഭൗതികത ഒട്ടും നിലവാരമില്ലാത്ത അടിമകളെ നിർമ്മിക്കുന്ന ഒന്നായിട്ട് ഇത് മാറിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് TPA 51 വെട്ടുകിട്ടണം തോന്നുന്നു, ഇനി അല്ല തോന്നുമോ? ഒറ്റ കാര്യം ചെയ്യുക. ഇപ്പം താങ്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്, റഷ്യയിൽ ടോൾസ്റ്റോയെ പറ്റി കേട്ടിട്ടുണ്ട്, വിക്ടർ ഹ്യൂഗോയെ പറ്റി കേട്ടിട്ടുണ്ട്, ഉണ്ടല്ലോ. പല രാജ്യങ്ങളിൽ, ചൈനയിലും കേട്ടു, മാപ്പസംഘനെ പറ്റി ചൈനയിലും കേട്ടിട്ടുണ്ട്. ഇന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തു നിന്ന്, ചൈനയിൽ നിന്നോ ഈസ്റ്റ് യൂറോപ്പിൽ നിന്നോ എവിടുന്നെങ്കിലും, റഷ്യയിൽ നിന്ന് എവിടുന്നെങ്കിലും അറിയപ്പെടുന്ന, മനുഷ്യനെ സ്വാധീനിക്കുന്ന, ലോകം ചർച്ച ചെയ്യുന്ന ഒരു സാഹിത്യകാരൻ്റെ പേര് പറയാമോ? ഒറ്റയാളുടെ പേര്, ഒരു കൃതി പറയാമോ? ഏതെങ്കിലും രാജ്യത്ത്, ഉത്തര കൊറിയയിൽ നിന്ന് എവിടുന്നെങ്കിലും പറഞ്ഞു? ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതായത് ജീർണത മൊത്തം ബാധിച്ചു. ജീർണത ബാധിക്കുമ്പോൾ ആദ്യത്തെ അത് ബാധിക്കുന്ന സാഹിത്യ കലാരംഗത്താണ്. ആ ജീർണത ഇവിടെ ബാധിച്ചിരിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളുള്ള നേട്ടം. നമ്മുടെ സാഹിത്യരംഗത്ത്, അല്ല ഇന്ത്യയിൽ തന്നെ മൊത്തം സ്വാധീനം ചെയ്ത എല്ലാ രംഗത്തും, ഇംഗ്ലീഷിൽ നന്നായിട്ട് കാർട്ടൂണൊക്കെ കുറച്ച് ഗംഭീരം കാർട്ടൂണുകളായിരുന്നു. OV വിജയൻ എന്ന് പറഞ്ഞ സാഹിത്യകാരനുണ്ടായിരുന്നു, ഏതാനും വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ധർമ്മപുരാണത്തിലെ പുസ്തകത്തിൽ ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു അധികാരി എങ്ങനെയെല്ലാം ചീത്തയാകാവോ അത് ചീത്തയാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്തുതിപാഠകരുടെ വലയത്തിൽ ഭരണാധികാരി പെടും, അതോടുകൂടി ഇടപാട് തീരുന്നതാണ്. OV വിജയൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു കോട്ടും കൂടിയുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, മുദ്രാവാക്യങ്ങൾക്ക് അർത്ഥം വേണം. അർത്ഥവത്തായ മുദ്രാവാക്യങ്ങൾ ചരിത്രകൃതിയെ മാറ്റിമറിച്ചിട്ടുണ്ട്. അർത്ഥമില്ലാത്ത മുദ്രാവാക്യങ്ങളാകട്ടെ തട്ടിപ്പ് സംഘങ്ങളുടെ സ്വയം സംരക്ഷണത്തിന് മാത്രമേ ഉതകിയിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു പാർട്ടിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വളരെ രീതിയിൽ വിമർശനാത്മകമായി സമീപിച്ച ഒരാളാണല്ലോ. പിന്നീട് അതിൽ നിന്ന് വേറൊരു തരത്തിലേക്ക് നീങ്ങിയിട്ടുള്ള ഒരാളാണ്. പിന്നെ സന്യാസ തലത്തിലേക്ക് തന്നെ പോയി. ആ വഴിയിലാണോ സുധാകരൻ പോകുന്നതെന്നൊരു സംശയം.